അനുഗ്രഹമാർഗമായ സ്ഥിതിയിലായിട്ട് നമ്മൾ രസിക്കുന്നു. പ്രിയമായ ഭാവി ദൈവത്തിന് മുൻപിലായിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതയാത്രയിൽ നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായി മുന്നോട്ട് സ്തുതിക്കുന്നു. പ്രിയമായ ഭാവി ഞങ്ങളുടെ ജീവിതയാത്രയുടെ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങൾ നടത്തുന്ന വഴികൾ വിധങ്ങളും നന്മകളും എല്ലാം ഓർത്ത് നമ്മളോട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നുമുതൽ ആരംഭിക്കുന്നതായിട്ടുള്ള കൺവെൻഷനെ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ ഭാവി ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ കേൾക്കുന്നതായിട്ടുള്ള ദൈവവചനം ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും സഹായകരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനമാണല്ലോ. ഞങ്ങൾ പോകേണ്ടുന്ന പാത ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വചനമാണല്ലോ. നിങ്ങളുടെ ബലഹീനതകളിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന നിരാശകളിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ദൈവവചനം ഒരുമിച്ച് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതം ഏറെ ദൈവത്തോട് അടുക്കുവാൻ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ അനുഗ്രഹകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്ന മനുഷ്യങ്ങളാക്കി അനുഗ്രഹിക്കണമേ. ഇതിന്റെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷനിലെ വിവിധ ക്രമീകരണങ്ങളിൽ വിവിധ രീതിയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കൺവെൻഷനിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലായിട്ടും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ ദൈവനാമം മാറ്റപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് ഇടയാക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദൈവയുടെ കേൾക്കുമാറാകണമെന്ന് നിങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയുടെ സമാപന ഗാനം പാടി നല്ലവനായ ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഒരുങ്ങുകയാണ്. യേശു കർത്താവ് ചെയ്ത നന്മകൾ, അവൻ നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ അവാച്യമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതുപോലെ പെരുപ്പമുള്ളതാണ്. കർത്താവേ, നീ ചെയ്ത നന്മകളെ ഓർത്ത് ഞങ്ങൾ പാടുമ്പോൾ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നായിരിക്കണമേ ദൈവമേ. അതൊരു ബഹളമായി പോകാതെ അതിന്റെ ലൈനുകൾ ഓരോന്നും ഹൃദയത്തിൽ ആഞ്ഞു തറയ്ക്കും. നീ ചെയ്ത നന്മകൾ ഓർത്ത് നിന്നെ ആഴത്തിൽ സ്തുതിക്കാം. നന്ദി പറയുവാൻ എന്റെ നാവ് പോരാ എന്ന ഗാനമാണ് നമ്മൾ ചേർന്ന് പാടുന്നത്. ദൈവത്തെ അല്പസമയം സ്തുതിച്ചാട്ടെ, മനസ്സുകൊണ്ട് സ്തുതിച്ചാട്ടെ, ശരീരം കൊണ്ട് അവനെ സ്തുതിച്ചാട്ടെ, അവനെ കൈയടിച്ച് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ അടിച്ച് അവൻ നമുക്ക് സ്തുതിക്കാം, കരങ്ങൾ അടിച്ച് അവന് നമുക്ക് മഹത്വപ്പെടുത്താം. അടിച്ച് കർത്താവിന്റെ സാന്നിധ്യം കണ്ട് അവന്റെ തിരുമുഖങ്ങളിൽ കണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ചാട്ടെ. ഇത് ചേർന്ന് പാടാം. ദൈവം ചെയ്ത നന്മകൾ.
പൂർണ്ണമായി നിശബ്ദതയോടെ ഈ ഗ്രൗണ്ടിൽ എനിക്ക് എൻ്റെ യേശുവിനെ കാണും. കണ്ണ് ചേർത്തടച്ച് എൻ്റെ കർത്താവിനെ കാണും. ഏതാനും മാസങ്ങൾ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, പറ്റുമ്പോഴൊക്കെ അഭിനയിച്ചു. ഈ മുറ്റത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ ഇടം നീ തന്നതാണ്, ഈ ഇടം നീ തന്നതാണ്, ഈ അന്തരീക്ഷം നീ തന്നതാണ്. വെറും ശൂന്യതയിൽ ആരംഭിച്ചു. നീ എത്രത്തോളം കൊണ്ടുവന്ന വഴികൾക്ക് കോടാനുകോടി നന്ദി. ഞങ്ങൾക്ക് തന്ന എല്ലാ സൗകര്യം നമുക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മുമ്പോട്ട് വന്ന് ഇന്ന് നടക്കുന്ന ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ ദാസന്റെ പേരുവിരൽ മുതൽ ഉച്ച വരെ ദൈവത്തിന്റെ ശക്തി കൊണ്ടെന്നറിയും. നാവ് അനങ്ങുമ്പോൾ ദൈവകൃപ വ്യാപരിക്കും. വായിക്കുന്ന വചനം ഏതായാലും പ്രവർത്തിക്കുന്നത് ആത്മാവാണ്. ഹൃദയത്തിൽ വലിയ കൊടിയുണ്ട്. ഓരോ കസേരയും ഞങ്ങൾ ഇന്ന് കസേര പറഞ്ഞിട്ടപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു കസേരയിൽ ഇരിക്കുന്ന ആത്മാവ് ഇന്ന് കർത്താവെ വൈകാരികമായിട്ടല്ല, ശബ്ദം വെച്ച തീരുമാനങ്ങളോടെ സമർപ്പണത്തോടെ പോകാൻ അങ്ങയുടെ കൃത്യന്റെ നാവിൽ നല്ല എഴുത്തുകാരന്റെ തൂലിക പോലെ നീ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എന്തപ്പോൾ പ്രാർത്ഥിക്കും. അതിനെ തുടർന്ന് കർത്താവിന്റെ ദാസൻ നമ്മുടെ ദൈവത്തിൽ സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷന്റെ ആരംഭ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങൾ കാണിച്ച സ്നേഹത്തിനായി ഞങ്ങളെ നീ സ്തുതിക്കുന്ന ദൈവമേ. നീ ഞങ്ങളെ ഇത്രത്തോളം ആഴമായി സ്നേഹിക്കുന്നതിനാൽ എന്താണെങ്കിലും അന്ധകാലത്തിൽ കഴിഞ്ഞ ഞങ്ങളെ വീട്ടുകണ്ണുകളായി കഴിഞ്ഞിരുന്ന ഞങ്ങളെ നിങ്ങളുടെ സ്നേഹത്തെ അനുഭവിക്കാൻ വ്യത്യസ്തങ്ങളായ മാത്രങ്ങളിലൂടെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച നിങ്ങളുടെ സ്തുതിക്കുന്നവരാണ്. ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നതിനായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപിതാവിന് നന്ദി പറയുവാൻ, ആരാധിപ്പാൻ, ഒരുമിച്ച് പാട്ടുകളെ പാടി കരങ്ങളിൽ തട്ടി ആരാധിപ്പാൻ കൂട്ടമായി നിങ്ങളെ വിളിച്ചു വേർതിരിച്ചതായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതുവരെ നടത്തിയ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കൊണ്ടതുപോലെ ഒന്നുമില്ലായ്മ ആരംഭിച്ച് ഇതോളം വഴി നടത്തിയ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് രാത്രിയുടെ കൃപയുടെ നദികൾ ധാരാളമായി നിർവഹിക്കുകയും സ്നേഹം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുവാനായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കഴിഞ്ഞ ഉപയോഗിച്ച് നിങ്ങൾ ഓർക്കുകയാണ്. രാത്രി ഞങ്ങൾ കൊച്ചുകുട്ടിയോടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവർ ഞങ്ങളോട് സംസാരിക്കുന്നുള്ളത് ഒന്നും മറച്ചു വെക്കാതെ കൃത്യത്തിലൂടെ ഇന്ന് അവരെ വെളിപ്പെടുത്തുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ പോകേണ്ട വഴി കാണിച്ചു നൽകുന്ന ദൈവമാണല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധമാണ് നാടുകൊണ്ട് ആരംഭം ശക്തിയുടെ സ്തോത്രം. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കുമായി സ്തോത്രം. പ്രിയപ്പെട്ട എല്ലാവർക്കുമായി സ്തോത്രം. ഞങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നടക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ ജീവിതത്തിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ നിങ്ങൾ എല്ലാവരെയും സഹായിക്കുവാനും പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയിൽ കണ്ടുകൊണ്ട് സ്തോത്രം യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. EGM ഓഫ് ഇന്ത്യ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക യോഗത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചതോ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വന്നുചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, വിശേഷാൽ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ,
ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ ദാസൻ സഹോദരങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏറെ സ്നേഹവും നന്ദിയും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവസരം ലഭിക്കുന്നതൊക്കെ ദൈവകൃപയാണ്. കർത്താവ് ഒരുക്കി തന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ ശുശ്രൂഷയും കൂട്ടു സഹോദരങ്ങളായ എ പി പോളും ദിനോഷ് ബ്രദർ, ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അനേക സ്നേഹിതർ ഈ പ്രദേശത്ത് കർത്താവിൻ്റെ പേരിൽ ചെയ്യുന്ന ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും കടപ്പാടും സ്നേഹവും പറഞ്ഞ എല്ലാ സ്വാഗത വാക്കുകൾക്കും ദൈവത്തിന് നന്ദി. ഒരു പ്രാവശ്യം കൂടെ ബഹുമാനരായ പട്ടക്കാരോടും സ്നേഹവും കടപ്പാടും അറിയിച്ച് ദൈവവചനത്തിലേക്ക് തിരിയുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ദീർഘനാളുകളായി നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട വി പി മത്തായിസ, സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ സുവിശേഷം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അതിൽ നിന്നും അന്യമല്ല. ദൈവവചന ഘോഷണത്തിലും ആത്മീക ശുശ്രൂഷയിലും സുവിശേഷ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും അഹോരാത്രം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ ജോയിയും കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ല ഒരു ഓഡിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ശൈലിക്കുള്ള ഓഡിയൻസ്. ദൈവവചനം നമ്മൾ പഠിക്കാൻ പോകും. തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കർമ്മം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃദ്ധന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സർവ്വവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം വിശ്വസ്തനായി തീർന്നാലും വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. കർത്താവേ, നല്ല സായം സന്ധ്യയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ വിലപ്പെട്ട അഭിഷക്തർക്ക് ആയിസ്തോ, ദൈവദാസിദാസന്മാർക്ക് ആയിസ്തോ, ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വിശ്വാസ സമൂഹത്തിനും സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന നിന്റെ ദാസിനു വേണ്ടി അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കായി സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇന്ന് തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കും. ഏഴയായ എന്നെ അങ്ങയുടെ കാര്യത്തിൽ ചാടണം. അതിരത്തെ ശക്തീകരിക്കണം, ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. എക്യൂമെനിക്കൽ ഗോസ്പൽ മിഷൻ. ഇക്കാര്യങ്ങളിൽ സംഘടനകൾക്കൊക്കെ പേര് കൊടുക്കുമ്പോൾ ആ വാക്ക് ചേർത്ത് ഉപയോഗിക്കാൻ അധികം പേര് താല്പര്യപ്പെടുന്നില്ലാത്ത ഒരു കാലം. കാരണം ആ പേര് വെച്ചാൽ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അനേകരും ഇപ്പോൾ ആ പേര് കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ ഇപ്പോൾ പഴയ പേരൊന്നും കൊടുക്കുകയില്ല. ആരാണെന്ന് അറിയാത്ത രീതിയിലുള്ള പേരാണ് കൊടുക്കുന്നത്. ക്രിസ്തീയ വിശ്വാസിയുടെ ഇപ്പോഴത്തെ ആധ്യാത്മിക നിലവാരത്തെ കുറിച്ചായിരിക്കും ഞാൻ പറഞ്ഞു. ഐഡന്റിറ്റി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. മിഷൻ വളരെയധികം ദ്വേഷിക്കപ്പെടുന്ന ഒരു പ്രത്യേക ദൗത്യമായിട്ടാണ് മിഷൻ എന്ന് പറയുമ്പോൾ ലോകവും ചിലപ്പോൾ വിശ്വാസ സമൂഹവും കാണും. എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. സാധാരണ വിശ്വാസികളെന്ന് അഭിമാനിക്കും. എന്റെ അവരെയൊക്കെ പോയി ശല്യപ്പെടുത്തുന്ന എന്തിനാ? അവരുടെയൊക്കെ ജീവിതം അങ്ങനെ അങ്ങ് പോയാൽ സമാധാനം. Why do you disturb? ഞാൻ ചോദിച്ചു. കോഴിക്കോട് ഒരു കല്യാണത്തിന് ഞാൻ പ്രസംഗിക്കാൻ പോയി.
പ്രസംഗം കഴിഞ്ഞ ഉടനെ നല്ല റിസപ്ഷൻ ആയിരുന്നു. റിസപ്ഷന് ഞാൻ പോയി. ഞാനും ഒരു പ്ലേറ്റ് എടുത്ത് ഒരു മൂലയ്ക്ക് ഇരിക്കുക. അപ്പോൾ അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രവർത്തിക്കുന്ന സീനിയർ മാൻ എൻ്റെ അടുത്ത് വന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ സന്ദേശം കൊടുത്തപ്പോൾ യേശു ക്രിസ്തുവിനോടുള്ള സൗഭാഗ്യകരമായ കുടുംബജീവിതത്തെക്കുറിച്ച്, ക്രിസ്തുയേശുവിന് നൽകാൻ കഴിയുന്ന സൗഭാഗ്യത്തെക്കുറിച്ചും കൂടെ ചേർത്താണ് വിവാഹത്തിന് പ്രസംഗിച്ചത്. അപ്പോൾ അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് ഈ ദേശത്ത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. ആ വാക്ക് പറഞ്ഞതിന് ശേഷം ഏകദേശം 10 മിനിറ്റ് വാക്കുകളുടെ ശരങ്ങൾ ഞാൻ ശാന്തമായി അവിടെ ഇരുന്നു. ഇതാണ് വിശ്വാസം. ഇന്നത്തെ മിഷൻ ഇന്നില്ല. പലപ്പോഴും ഉണ്ടെങ്കിൽ തന്നെ പ്രോജക്ട്സ് മിഷനാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, ക്രിസ്തുയേശുവിലുള്ള രക്ഷ, ദൈവസ്നേഹം അറിയിക്കുക എന്നതിന് വിധിയായി സെലിബ്രേഷൻ, ആഘോഷൻ ദൗത്യമായി മാറ്റുന്ന ഒരു പ്രത്യേക കാലത്ത് ജീവിക്കുന്നവരാണ്. ഒരു ദൗർഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ പിതാക്കന്മാർക്ക് അങ്ങനെയല്ല ആ കാലത്താണ് വിളിച്ചത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വൈ മിഷൻ, എന്തുകൊണ്ട് മിഷൻ? ന്യായമായും ചോദിക്കണ്ട. ഞാൻ സാധാരണ വിശ്വാസികളോടൊക്കെ ചോദിക്കും, വൈ ഡു വി ഡു വാട്ട് വി ഡു? നാം ചിലതൊക്കെ ചെയ്യുന്ന പതിവ് പോലെ വരിക, നമ്മൾ അനൗൺസ് ചെയ്യാറുള്ളത് പോലെ പതിവ് പോലെ കൂട്ടായ്മ ഉണ്ടായിരിക്കും, പതിവ് പോലെ ആരാധന ഉണ്ടായിരിക്കും. പതിവല്ലല്ലോ, വരുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം വേണ്ടേ, റീസൺ. അപ്പോൾ ദൗത്യ നിർവഹണത്തിൽ ഞാനും നിങ്ങളും, ഇപ്പോൾ പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്, ഞാന്, ഇവിടെ ഇരിക്കുന്ന അനേക ദൈവദാസന്മാർ, ദാസിമാര്, വട്ടക്കാരൊക്കെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിനകത്ത് ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? തിരുവചനത്തിൽ നിന്ന് തന്നെ അതിന് ഉത്തരം കണ്ടെത്തണം. അത് നമ്മളെ സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ്. ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്ന ഒരു ദൈവദാസൻ, ഇതിനൊരു ഉത്തരം തരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുകയും ശുശ്രൂഷയിൽ ഉറച്ച് മുന്നോട്ടുള്ള നാളുകളിൽ പ്രവർത്തിപ്പാൻ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വേദഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സുവിശേഷത്തെ കുറിച്ച് അദ്ദേഹം ലജ്ജിക്കുന്നില്ല എങ്കിലും തന്റെ നിജപുത്രനായ തിമോഥെയോസിന് ഭയവും ശങ്കയും ഒക്കെ വരുന്നൊരു കാലഘട്ടം. പീഡനം വന്നല്ലോ, കഷ്ടം വരുന്നു. ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ഇങ്ങനെ ധരിച്ച് കാലാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്റെ പിന്നാലെ നടക്കുന്ന ഒരു ശിഷ്യന് ന്യായമായ ഹൃദയത്തിനകത്ത് ശങ്കയും പീരുത്വം ഉണ്ടാവും. പീരുത്വത്തിന്റെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ നല്ല പഠനായി നീയും എന്നോടുകൂടെ ധൈര്യപ്പെടുത്തുക. എന്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു എന്നുള്ളത് ആ മനുഷ്യനെ പഠിപ്പിക്കുക. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന അക്കാലത്തുള്ള ഉന്നത വിദ്യാഭ്യാസം, സാധാരണ വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ സാധാരണ പറയും PhD, ഡബിൾ PhD ഒക്കെ ലഭിച്ച ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ദൈവത്തിന്റെ ദാസൻ ഇപ്പോൾ എവിടെയാ? കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ചങ്ങല ധരിച്ച്. ആധുനിക കാലത്തെ കാരാഗ്രഹം പോലെ ഒന്നും സൗകര്യമില്ല.
ഇതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ ഡഞ്ചിയൻ എന്നാണ്, കുണ്ടള എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബന്ധനങ്ങളുടെ കുണ്ടറയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ വരുന്ന ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ യൗവനക്കാരന്റെ മനസ്സിൽ കൂടെ പോകുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരും. എന്തുകൊണ്ടാണ് യൗവനക്കാര നാം സുവിശേഷം അറിയിക്കുന്നത് എന്ന് പറയുന്നു. പൗലോസിനോട് ഫെസ്തോസ് എന്ന് പറയുന്ന ഭരണാധികാരി വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ വിസ്തരിച്ചാലും താൻ ആരാണെന്ന് ധൈര്യത്തോടെ പറയും, എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയും, എന്താണ് തന്റെ ജീവിതത്തിന്റെ അനുഭവം എന്ന് ധൈര്യത്തോടെ പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഫെസ്തോസ് പറഞ്ഞു, പൗലോസേ, നിനക്ക് ഭ്രാന്തുണ്ടെന്നാ തോന്നുന്നു. ഐ തിങ്ക് യു ആർ മാഡ്. എനിക്ക് തോന്നുന്നു ആധുനിക കാലത്ത് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകരെ കുറിച്ചും ലോകം ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ? ഭ്രാന്തെന്ന് പറയുന്നില്ല, ഇപ്പൊ ഇതിന്റെ അല്പം കൂടെ എറ്റിക്കറ്റ് ഉണ്ട്. സംതിങ് ഈസ് റോങ് വിത്ത്. അവർക്ക് എന്തോ കുഴച്ചിലുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ മാർത്തോമ കോളേജിലെ പ്രൊഫസറായിരുന്ന ദൈവത്തിന്റെ ദാസൻ എബ്രഹാം വർഗീസ്, ഇന്ന് അദ്ദേഹം വാർദ്ധക്യത്തിലാണ്. അദ്ദേഹത്തിന്റെ ജോലി ഹെഡ് ഓഫ് ദി പ്രൊഫസറായിട്ട് ഇരിക്കുന്ന സമയത്ത് ജോലി രാജിവെച്ച് രാജസ്ഥാനിൽ മിഷണറി ആയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനത്തെ എയർഫോഴ്സിലെ എഞ്ചിനീയറാണ്. ആ സഹോദരിയും രാജിച്ചു. അപ്പോൾ എന്നോട് വളരെ എന്നോട് ചോദിക്കും, എബ്രഹാം വർഗീസ് ഞാൻ ആത്മീയ ബന്ധം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. എന്നോട് ചോദിച്ചു, ബാബു, എന്നെ ബാബു എന്നാണ്. ആ, വളരെ വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ബാബു, മാനസികമായി വല്ല പ്രശ്നവും എബ്രഹാം വർഗീസ് ഉണ്ടോ? അങ്ങനല്ലേ ഇന്നത്തെ ചിന്താഗതി? ക്രിസ്തുയേശുവിന്റെ സുവിശേഷം അത് ഇവിടെ ചുമന്നുകൊണ്ട് വന്ന ഈ നാട്ടിൽ അവന്റെ ജീവിതം അർപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കസേരയിൽ ഇവിടെ അനേകരിരിക്കുകയും അനേക ആലയങ്ങൾ പൊങ്ങി നിൽക്കുകയും അനേക ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത്. ദൈവത്തോട് ചോദിക്കണമാണ്, സംതിങ് റോങ് വിത്ത് യു. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ തീരുമാനിച്ചു വന്ന ഭക്തനായ മനുഷ്യൻ. 1884 വില്യം ബോർഡൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 87 വലിയ ധനിക കുടുംബത്തിൽ, ഒരു ബിസിനസ്സുകാരന്റെ കുടുംബത്തിൽ ജനിച്ചു. ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മകനെ ഒരു സമ്മാനം കൊടുത്തു. അന്നത്തെ രീതിയിൽ അറിയുന്ന ലോകമെല്ലാം സഞ്ചരിക്കാൻ കപ്പലിൽ യാത്ര ചെയ്യും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനോട് ചേർത്താണ്, കാരണം അവന്റെ ജീവിതം വഴിപിഴച്ചു പോകരുതല്ലോ. അതുകൊണ്ട് ഭക്തനായ ഒരു മനുഷ്യന്റെ കൂടെ അയച്ചു. യാത്രയെല്ലാം കഴിഞ്ഞ് ലോകത്തിന്റെ ആവശ്യം വെളിച്ചമില്ലാത്ത സമൂഹങ്ങളെ കണ്ട് തിരിച്ച് തന്റെ സ്വന്തം നാട്ടിൽ അമേരിക്കയിൽ വന്നപ്പോൾ അപ്പനോട് പറഞ്ഞു, ഡാഡി, ഐ വാണ്ട് ടു ബി എ മിഷണറി. ഞാനൊരു സുവിശേഷകനാകാൻ ആഗ്രഹിക്കുന്നു. ഡാഡി പറഞ്ഞു, പഠിച്ചിട്ടാകാം, പിന്നീട് ചിന്തിക്കാം. അദ്ദേഹം പഠിക്കാനായി പോയി. അദ്ദേഹത്തിന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. അദ്ദേഹം ദൈവവചനം പഠിക്കുകയും അദ്ദേഹം സെക്യുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷനില് മുന്നോട്ട് പോയി. അങ്ങനെ പോയ സമയത്താണ് അപ്പൻ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡയറിയിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു, നോ റിസർവ്. ദൈവത്തിൽ നിന്ന് ഞാൻ ഒന്നും പിടിച്ചു വെക്കുന്നില്ല. നോ റിസർവ്. ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവസരം കിട്ടി, ഗ്രാജുവേറ്റ് ചെയ്യും. ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ്. പഠിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനോട് ഇത് തന്നെയാ പറഞ്ഞു. അപ്പോൾ അപ്പൻ പറഞ്ഞു, നീ ഇങ്ങനെ പോകുകയാണെങ്കിൽ എന്റെ ബിസിനസ്സുമായും എന്റെ അവകാശവുമായി ബന്ധമൊന്നും ഉണ്ടാകത്തില്ല. ഈ മകൻ ഡയറിയിൽ വീണ്ടും എഴുതി, എന്റെ ജീവിതത്തിൽ ഞാനൊന്നും പിടിച്ചു വെക്കുന്നില്ല. നോ റിട്രീറ്റ്. ഞാൻ പുറകോട്ട് പോകുന്നില്ല. എന്തെല്ലാം സമ്മർദ്ദം വന്നാൽ നോ റിസർവ്, നോ റിട്രീറ്റ്.
സുവിശേഷത്തിനായി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. ഭാഷ പഠിക്കാനായി ഈജിപ്തിൽ അല്പകാലം താമസിച്ചു. ചൈനയിൽ പോകാനുള്ള യാത്രയിൽ ചൈനയിൽ വെച്ച് മെനിഞ്ചൈറ്റിസ് പിടിച്ചു. ആ ചെറുപ്പക്കാരൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28-ാമത്തെ വയസ്സിൽ ഈജിപ്തിൽ വെച്ച് മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ ഡയറിയിൽ മരിക്കുന്നതിന് മുമ്പേ 3-ാമത്തെ എഴുത്തു എഴുതി, നോ റിഗ്രറ്റ്സ്. ഞാൻ ഒന്നിനെ കുറിച്ചും ദുഃഖിക്കുന്നില്ല. Absolute no regrets. കേട്ട് നിൽക്കുന്ന പൊതുജനം പറയും സംതിങ് ഈസ് റോങ് വിത്ത് ഹിം. അല്ല, ദൈവസ്നേഹം അവനെ കടന്നു പിടിച്ചു. ദൈവഭക്തി ആഴത്തിൽ വന്നു. അവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആ ജീവിതത്തിൽ കെട്ടടങ്ങിയില്ല. നൂറുകണക്കിന് ചെറുപ്പക്കാർ ഈ ചരിത്രത്തെ കേട്ട് അവന് പകരമായി എഴുന്നേറ്റു. അവർ കർത്താവിന്റെ വചനവുമായി കടന്നുപോയി. ഒരിക്കലും ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ അവിടെ തനിയെ കിടക്കത്തില്ല. വളരെയധികം ഫലം കായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയായി. നമ്മുടെ ചരിത്രത്തിലേക്കൊക്കെ നോക്കിയാൽ സാധു സുന്ദർ സിംഗിനോട് ചോദിക്കണം, എന്തെല്ലാം ധനമാണ് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നീട്ടിയത്. കർത്താവിനെ അദ്ദേഹം സ്നേഹിച്ചു. കർത്താവിന് വേണ്ടി ജീവിച്ചു. ഹിമാലയൻ സാനുക്കളിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു. തോലുകൊണ്ട് ചുറ്റി വരിഞ്ഞ് എന്തെല്ലാം മലഞ്ചരിവിൽ എറിഞ്ഞു. സാധു, why do you do it? എന്തുകൊണ്ട് നീ ഇത് ചെയ്യുന്നു? അദ്ദേഹം പറയും, ഒന്നും ഞാൻ പിടിച്ചു വെക്കുന്നില്ല, ഞാൻ പുറകോട്ട് പോകുന്നില്ല, ഞാൻ ഒന്നിനെ കുറിച്ചും ദുഃഖിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഹല്ലേലൂയ. നാം വായിച്ച വേദഭാഗത്ത് എന്തുകൊണ്ട് ദൗത്യ നിർവഹണം നടത്തുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. വൈ മിഷൻ? 3 കാര്യങ്ങളാണ്. സാരാംശം നേരത്തെ പറയാനാകും. We have a unique savior. നിസ്തുല്യനായ രക്ഷകൻ നമുക്കുണ്ട്. 2, നിസ്തുല്യമായ സുവിശേഷം നമ്മുടെ കയ്യിലുണ്ട്. 3, നിസ്തുല്യമായ ഭാവി ദൈവം നമുക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മോട് ചോദിച്ചാൽ എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നു, എന്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നു, ഭോഷന്മാരെ പോലെ വിലയില്ലാത്തവരായി പോലെ നടത്തുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് നിസ്തുല്യനായ ഒരു രക്ഷകനുണ്ട്. നിസ്തുല്യമായ വചനം, സുവിശേഷം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. 3, നിസ്തുല്യമായ ഒരു ഭാവി. യുണീക് സേവിയർ, യുണീക് മെസ്സേജ്, യുണീക് ഡെസ്റ്റിനി ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി. നമുക്കതിലേക്കൊന്ന് നോക്കാം. നോക്കട്ടെ, നിസ്തുല്യനായ രക്ഷകൻ. ഇങ്ങനെയാണ് 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ആരംഭിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. രക്ഷകന്റെ 1-ാമത്തെ വൈശിഷ്ട്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ദാവീദിന്റെ സന്തതിയായി ആരാ? ദൈവത്തിന്റെ പുത്രൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചെന്ന്. അതിന്റെ സാരാംശം ഇതാണ്: സ്വർഗത്തിന്റെ മഹത്വം വിട്ട് ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു. നഷ്ടപ്പെട്ട ജീവിതങ്ങളെ, തകർന്നു പോകുന്ന ജീവിതങ്ങളെ, പാപത്തിന്റെ അന്ധകാരത്തിൽ വലയുന്ന സമൂഹത്തെ തേടി ദൈവത്തിന്റെ പുത്രൻ സ്വർഗ മഹത്വം വിട്ട് യാത്ര ചെയ്ത് ഇത്ര ഒരു നല്ല രക്ഷകൻ ഈ ഭൂമിയിൽ കാണാൻ ഒക്കത്തില്ല. ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന ചരിത്രങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ നമുക്ക് സന്തോഷത്തോടെ പറയാം, ഇതിനകത്തോടെ നമുക്ക് വരച്ചു കാട്ടപ്പെട്ട ദൈവവചനത്തിൽ നമ്മെ തേടി വരുന്ന, നമ്മെ തേടി കടന്നു വരുന്ന വിദൂരമായ യാത്രയാണ്. സ്വർഗത്തിന്റെ മഹത്വം വിട്ട് എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് നടക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ ആരെ അന്വേഷിച്ച? മാന്യന്മാരെ അന്വേഷിച്ചു വന്നതല്ല, പാപികളെ. അത് മാത്രമല്ല, നഷ്ടപ്പെട്ടവരെ തേടി വന്ന നല്ല കർത്താവ്. ജീവിതത്തിൽ തകർന്നു പോയ ജീവിതത്തെ
ചിന്തിച്ചു നോക്കാട്ടെ. സുവിശേഷത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 38 സംവത്സരമായി കുളക്കരയിൽ ആരും സഹായിക്കാനില്ല. അദ്ദേഹത്തിന്റെ ഭാഷയാണ്. കർത്താവ് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആരും സഹായിക്കാനില്ലാതെ 38 സംവത്സരമായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ഒരു ശ്രീയേശുണ്ട്. അവനാണ് നമ്മുടെ രക്ഷകൻ. അപ്പോൾ എത്രമാത്രം സ്തോത്രം ചെയ്യണം. ലോകത്തിൽ ജീവിച്ച സമരക്കാരി സ്ത്രീയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് യഹൂദ കടന്നു വരാൻ മടിക്കുന്ന സമയത്ത് അവിടെ തേടി വന്ന ഒരു ദൈവത്തിന്റെ പുത്രനും രക്ഷകൻ ദൈവത്തിൽ സ്തോത്രം പിടിക്കപ്പെട്ട് കല്യാണം കൊണ്ട് അവസാനിക്കാനായി അവരുടെ നിർത്തിയ ആ സ്ത്രീയെ വന്ന ഒരു കർത്താവ്, ചുങ്കക്കാരെയും തേടി വന്ന കർത്താവ് വേണ്ടി വായിക്കുമ്പോൾ എന്നെ ഒരു കാര്യമാണ്. ഗണേശരത്തടകം കടന്ന് ഗണേശരത്തിലെത്തി ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി ഉടനെ തന്നെ പടകിൽ കയറി. അപ്പോൾ ഈ കൊടുങ്കാറ്റെല്ലാം അനുഭവിച്ച് ഗണേശരത്തടകം കടന്ന് ഇവിടെ വരുന്നു. ഈ മനുഷ്യനെ സൗഖ്യമാക്കണം. അപ്പോൾ ലോകത്തില്ലാതെ തള്ളപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി കടന്നു വന്നു ഒരു കർത്താവ്. പഴയ കാലത്ത് പാടുമായിരുന്നു, തേടി വന്നു ദോഷിയ എന്നെയും നാഥ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ നല്ല പേർക്കും നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളതേ ഉള്ളൂ, എന്നെ തേടി വിൺമഹിമ വിട്ട് കടന്നു വന്ന ഒരു കർത്താവ്. എന്തുകൊണ്ടാണ് ഇത് നിശ്ചിത രക്ഷകൻ എന്ന് പറയുന്നു? ഞാൻ അവനെ തേടി പോയതല്ല, ഞാൻ അന്വേഷിച്ചതല്ല, എന്നെ അന്വേഷിച്ചു വന്ന കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. ഈ കർത്താവാണ് എന്റെ രക്ഷകൻ, യൂണിക് സേവിയർ. രണ്ട് ഇപ്രകാരമാണ്. ജനിച്ച് മരിച്ചു. അടുത്തത് മരിച്ചു. എന്തിനായി മരിച്ചത്? സേവ്യറിന്റെ പ്രത്യേകത രക്ഷകൻ മരിച്ച രക്ഷകൻ. എന്തിനാ മരിച്ചത്? വീണ്ടെടുക്കാൻ. മറ്റു വഴിയൊന്നുമില്ല. പത്രോസ് പറഞ്ഞു, നിങ്ങളെ വീണ്ടെടുക്കുക പൊന്ന വെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുയേശു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ പൊന്നോ വെള്ളിയോ ധനമോ എന്തെങ്കിലും കൊടുത്താൽ വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നീലാണ്ടത്തിന്റെ ഒരു നിമിഷം കൊണ്ട് എല്ലാം കൊടുത്തു തീർക്കാൻ കഴിയുമായിരുന്നു. 9-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ശവക്കുഴി കാണാം, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതാണല്ലോ വീണ്ടെടുപ്പ്. ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. അവന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. അപ്പോൾ വ്യർത്ഥവും വിധവാനും നമ്മെ ജീവനെ അർപ്പിച്ചു. എന്തുകൊണ്ടാണ് യേശു നിസ്തുല്യനായ രക്ഷകൻ എന്ന് പറയുന്നത്? തന്റെ സ്വന്തം രക്തം കൊടുത്ത് മനുഷ്യരാകിയെ വീണ്ടെടുത്ത ഏക രക്ഷകൻ. വാക്യത്തെ കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. ആകാശത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഓരോ എന്ന് പറയുമ്പോൾ മനുഷ്യ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ വേറെ ആയില്ല. എനിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു കർത്താവുണ്ട്. കർത്താവരികിൽ അവന്റെ ജീവൻ തന്നെ അവന്റെ രക്തം ഒഴിച്ച് എനിക്ക് എന്റെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണന്മാരുടെ രക്തമല്ല, ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുത്തിരിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം.
he gave his life. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ പല കാര്യങ്ങളാണ് അടിമത്തത്തിലായി പോയ enslaved people. അങ്ങനെയൊക്കെയോ ഇന്നോ ലോകത്തിന്റെ ഉള്ളിലൊക്കെ നോയിക്കാട്ടെ, നമ്മുടെ ചുറ്റുപാടുമൊക്കെ നോയിക്കാട്ടെ, എന്തെല്ലാം അടിമകളായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനം വീണ്ടെടുക്കാൻ വില കൊടുത്തൊരു കർത്താവ്. ആ കർത്താവിനെ കുറിച്ച് നാം അറിയിക്കുവാൻ കടപ്പവരാണ് എന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് നോക്കാട്ടെ, 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട്, മൂന്നാമത്തെ യൂണിക്നെസ്, ഈ കർത്താവിനെ ശ്രേഷ്ഠനാക്കുന്ന മൂന്നാമത്തെ കാര്യം, അവൻ ജനിച്ചു, എനിക്ക് വേണ്ടി വന്നു, അവൻ എന്നെ വീണ്ടെടുക്കാൻ തന്റെ ജീവൻ കൊടുത്തു, അവൻ എനിക്ക് വേണ്ടി മരിച്ചു. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ രക്ഷകന്റെ നിസ്തുല്യത അവിടെയാണ്. He gave his life but he rose again. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യാശയുള്ളത്, അതുകൊണ്ടാണ് എനിക്ക് ശക്തിയുള്ളത്. പറയുന്നു, ഉയർപ്പിൻ ശക്തി എനിക്ക് അനുഭവിച്ച്, പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണമെന്ന് എനിക്ക് പ്രത്യാശ തരുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടല്ലയോ. ദൈവത്തിന് സ്തോത്രം. Why is he a unique savior? അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഈ ലോകത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിൽ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് മാത്രമല്ല, ശക്തിയിൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മാത്രമല്ല യേശു ക്രിസ്തു പ്രത്യക്ഷനായി. യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ വളരെ പ്രസക്തമാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ മാത്രമല്ല, പാപത്തിന്റെ മേൽ ജയം തരാൻ, പാപത്തിന്റെ മേൽ ജയം തരാൻ, വിജയകരമായ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ രക്ഷകനാണ്. അധ്യായം വായിക്കുമ്പോൾ പ്രാർത്ഥന ഒരു കരച്ചിൽ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ആഗ്രഹമുണ്ട്, എന്നിൽ ഒരു പ്രമാണം ഞാൻ കാണുന്നു, അതെന്നെ തിന്മയിലേക്ക് നയിക്കുന്നു. ഞാൻ അനുസരിക്കുന്ന ന്യായപ്രമാണം എന്താണെന്ന് എനിക്കറിയാം. ആ ന്യായപ്രമാണം വിശുദ്ധമാണ്, ദൈവികമാണെന്ന് എനിക്കറിയാം. എന്നാൽ എന്നിൽ ഒരു പാപപ്രമാണം ഉണ്ട്, അതെന്നെ ബന്ധനാക്കി കളയുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു. അയ്യോ, അനിഷ്ട മനുഷ്യൻ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കും. 7-ാമത്തെ അധ്യായം അവസാനിക്കുന്ന വാക്യം സത്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ പാപങ്ങളിൽ കഴിയുന്ന മനുഷ്യജാതിയെ കഴിവുള്ള ഒരു കർത്താവ് യേശു കർത്താവ് മാത്രം. ഈ ലോകത്തിൽ നേരോടെ ജീവിക്കാൻ എന്റെ ഉള്ളിൽ ശക്തി പകരുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി തേടി വരിക മാത്രമല്ല, എന്നെ വീണ്ടെടുക്കുക മാത്രമല്ല, എന്നിൽ പൊതുജീവൻ തന്ന എന്നെ ഈ ലോകത്തിൽ വെട്ടോടെ ജീവിക്കാൻ എനിക്ക് ശക്തി തരുന്നൊരു കർത്താവ് ഉള്ളതുകൊണ്ട് അവൻ ആരാണ്? അവൻ നിസ്തുല്യനായ രക്ഷകൻ. Praise the Lord. Praise the Lord. Why do we go for mission? എന്തുകൊണ്ട് ദൗത്യത്തിന് വേണ്ടി? ഈ ഒരൊറ്റ കാലം. നാളുകൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയുടെ ഒരു പ്രദേശത്ത് നിന്ന് തെക്കോട്ട് വന്നുകൊണ്ടിരിക്കും. ഞാൻ വാനിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സൈക്കിളിൽ ഒരു ചുവന്ന കൊടി വരുന്ന കണ്ടു. ഇപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ വാനും ടീമായിട്ട് പോയത്. അല്പം ശ്രദ്ധിച്ചപ്പോൾ ആ സൈക്കിളിന്റെ പുറകിൽ എന്തോ റോൾ ചെയ്യും. അടുത്ത് വന്നപ്പോൾ മനസ്സിലായൊരു മനുഷ്യൻ ചാക്കിനകത്ത് അദ്ദേഹത്തെ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഉള്ളിൽ അദ്ദേഹം പുണ്യത്തിന് വേണ്ടി പോവുകയാണ്. ഉള്ളിൽ എന്റെ ഉള്ളത്തിൽ ആ സമയമല്ല നമ്മൾ അവിടെ നിർത്തി ഉത്തരം പറഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ കൂടെ അവിടെ നിന്ന ആ സഹോദരനോട്, സഹോദരൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം, നിനക്ക് വേണ്ടി സകലതും ചെയ്തൊരു യേശു, നിനക്ക് വേണ്ടി ജനിച്ചു,
നിനക്ക് വേണ്ടി മരിച്ച് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ഒരു രക്ഷകൻ. Praise the Lord. എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നു? നിസ്തുല്യനായ രക്ഷകൻ. Praise the Lord. ഇത് അനുഭവിച്ച ദൈവമക്കൾക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല, അറിയിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് നോക്കാട്ടെ, നോട്ട് ഓൺലി യുണീക് സേവിയർ ബട്ട് വി ഹാവ് എ യുണീക് മെസ്സേജ്. നമുക്ക് നിസ്തുല്യമായ ഒരു സന്ദേശം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. വായിക്കുന്നു 9-ാമത്തെ വാക്യം. എന്റെ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കുന്നതിൽ എന്ന പോലെ തങ്ങളുടെ ജനത്തെ കർത്തം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. വാക്യം ശ്രദ്ധിച്ചോ? അത് അറിയിക്കുന്നു. അത് ഏതാ അറിയിക്കുന്നു? ഏതാ എന്റെ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അതാകുന്നു എന്റെ സുവിശേഷം. ഇതിന് മൂലഭാഷയിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അതാകുന്നു എന്റെ. എന്താ അറിയിക്കുന്നേ? അത് അറിയിക്കും. അത് അറിയിക്കും. അപ്പോൾ നമുക്കറിയിക്കാൻ ഒരു സുവിശേഷമുണ്ടല്ലേ? നമ്മുടെ വായിൽ ദൈവം ഒരു സന്ദേശം തന്നിട്ടുണ്ട്. ആ സന്ദേശം നിസ്തുല്യമായ സന്ദേശം. Praise the Lord. മനുഷ്യനെ ഈ ഒരു പാട്ടുകാരൻ പഴയ കാലത്ത് പാടി, ആ പാട്ടൊന്നും ഇപ്പൊ പാടാറില്ല. നരഭോജികളെ നരസ്നേഹികളാണ്, ഉത്തമ സോദരരാണ്. അതുകൊണ്ടാണ് ആ സുവിശേഷത്തെ കുറിച്ച് പാടിയത്. സുവിശേഷത്തെ കുറിച്ച് പറയാ, നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ഉത്തമ സോദരരാക്കുന്ന സുവിശേഷം, the gospel. അപ്പോൾ ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് ഈ സന്ദേശം. ഈ സന്ദേശം നാം അറിയിക്കണം. എന്നോട് ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബന്ധനസ്ഥനായി ഇരിക്കുന്നു എങ്കിലും, ആ വാക്യത്തിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിച്ചോ? ദൈവവചനത്തിനോ ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധിക്കാൻ കഴിയാത്ത, ചങ്ങലയിട്ട് പൂട്ടാൻ കഴിയാത്ത യാരെല്ലാം ചെയ്താലും ഈ സുവിശേഷത്തെ കെട്ടിപ്പൂട്ടാൻ കഴിയത്തില്ല. ബന്ധിക്കാൻ കഴിയാത്ത പവർഫുൾ മെസ്സേജ്. കർത്താവ് പ്രസിദ്ധനായ C.S. ലൂയിസ് അദ്ദേഹം ഇപ്രകാരം മഞ്ഞു സുവിശേഷത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ പോകരുത്. കാരണം നിർമ്മല സുവിശേഷത്തിന് വിരോധമായി പൊങ്ങി വന്നിട്ടുള്ള അനേകം വേറൊരു സുവിശേഷം വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. ധാരാളമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിനെ അങ്ങ് ഡിഫെൻഡ് ചെയ്യാൻ, സംരക്ഷിക്കാനുള്ള ഒരുപാട് വ്യക്തിത്വം എന്ന് അദ്ദേഹം പറഞ്ഞു. Don't have to defend the word. അദ്ദേഹം പറഞ്ഞു, കാരണം ആ സിംഹത്തെ അങ്ങ് അഴിച്ചു വിട്ടാൽ റിലീസ് ദ ലൈൻ. ഈ വചനം ഒന്ന് നമ്മളൊന്ന് അഴിച്ചു വിട്ടാൽ മതി, വചനം ഒന്ന് അറിയിച്ചാൽ മതി. ഈ വചനം അറിയിക്കുമ്പോൾ ഞാൻ നാളുകൾക്ക് മുമ്പ് ഒരു സന്ദേശം, ഒരു സാക്ഷി, അത് ഒരു ജയിൽവാസിയായി അനേക വർഷങ്ങൾ കഴിഞ്ഞ ഒരു കൃത്യം ചെയ്തൊരു മനുഷ്യൻ. അദ്ദേഹം അതിനകത്ത് നിരാശനായി ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ തന്നെ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പുറത്തു നിന്ന് ഭക്ഷണം എന്തോ സ്വന്തക്കാര് അനുവാദത്തോടെ അകത്ത് കൊണ്ട് കൊടുത്തു. അദ്ദേഹം ഭക്ഷിച്ചു. എന്നാൽ ഭക്ഷിച്ചപ്പോൾ അത് പൊതിഞ്ഞുകൊണ്ട് വന്നത് സ്വന്തക്കാര് മനഃപൂർവ്വം പൊതിഞ്ഞോണ്ട് വന്നതല്ല, കാരണം അവരാരും ക്രിസ്തുവുമായി ബന്ധമുള്ളവരല്ല. പൊതിഞ്ഞോണ്ട് വന്നത് ഒരു സുവിശേഷത്തിന്റെ ഭാഗമാണ്, അതിനോട് ചേർത്തൊരു സന്ദേശവും. അപ്പോൾ ഇത് ഏതൊക്കെ പോയാലും ഭക്ഷിച്ചതിന് ശേഷം അദ്ദേഹം അതെടുത്തൊന്ന് വായിച്ചു, എണ്ണ പുരണ്ടതാണേലും വായിച്ചു. ആ കാരാഗ്രഹത്തിന്റെ മുറിക്കകത്തിരുന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കഠിനമായ ഹൃദയമുള്ള ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷത്തിന്റെ ശക്തി. അപ്പോൾ ദൈവമക്കളായ നമുക്ക് വന്നിരിക്കുന്ന പരാജയം എന്നാണെന്നറിയാമോ? വർഷങ്ങളായി നാം നിശബ്ദരായിരിക്കും. ഇത് അറിയിക്കാൻ നമുക്ക് താല്പര്യമില്ല, പറയാൻ നമുക്ക് ഉള്ളിൽ താല്പര്യമില്ല. എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത, എന്നെ നടത്തുന്ന, എന്നെ സ്നേഹിക്കുന്ന ഈ നല്ല കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നാം കടപ്പെട്ടവരാണ്. ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയണ്ട.
ദൈവവചനം ഗ്രഹിക്കുമ്പോൾ പ്രവൃത്തി ചെയ്യും. വചനം ഒരിക്കലും മടങ്ങി വരത്തില്ല, മടങ്ങി വരത്തില്ല. അതിന് ഫലം എന്നുള്ളതിനെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം എന്ത് സുവിശേഷം അറിയിക്കണം. കാരണം we have a wonderful message. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല, വിശ്വസിക്കുന്ന ഏവർ. അത് ദൈവശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് സുവിശേഷം നാം മറ്റുള്ളവരോട് പറയുന്നത്, നാം അതിനെ കുറിച്ച് അടിച്ചാരേൽപ്പിക്കണ്ട, തലയിൽ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിനെ കുറിച്ച്, നമ്മെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് വാ തുറന്ന് പറയണം. കാരണം നമ്മെ ഏൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു നിർമ്മല സുവിശേഷം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഓർത്ത് കൊള്ളണം. പ്രശസ്തനായ സ്പർജൻ മാനസാന്തരപ്പെട്ടതിനെ അതിലേക്ക് നയിച്ചതിനെ കുറിച്ചൊരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. തണുപ്പുള്ള രാത്രിയിൽ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ തണുപ്പ് വന്നുകൊണ്ട് തുറന്നു കിടക്കുന്ന കണ്ട് ഏറ്റവും പുറകിൽ പോയി അവിടെ ഇരുന്നു. അന്ന് പ്രസംഗിച്ചത് അവിടെ ശുശ്രൂഷിക്കുന്നു യുദ്ധമാണെങ്കിലും മുൻപ് ജയിക്കുള്ളൂ. അപ്പോൾ അന്ന് അവിടുത്തെ സഭയുടെ ചുമതലയുള്ള പത്രക്കാരൻ തീരുമാനിച്ചു, ഇന്ന് ശുശ്രൂഷകൻ പ്രസംഗിക്കും. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, സകല മുസ്ലിംവാസികളുമേ അവളൊരു യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ് എങ്ങനെ രക്ഷപ്പെട്ടുകൊള്ളുകയും എന്നുള്ള വാക്യം അങ്ങോട്ട് പറഞ്ഞു. വാക്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചെങ്കിലും വാക്കുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് വാക്യം പിന്നെയും ആവർത്തിച്ചു. പിന്നെയും പ്രസംഗമൊന്നും മുമ്പോട്ട് വരുന്നില്ല. അതുകൊണ്ട് വീണ്ടും പറഞ്ഞു. അവസാനമായി ചെറുപ്പക്കാരൻ പുറകെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ചെറുപ്പക്കാരൻ, കർത്താവിലേക്ക് നോക്കി രക്ഷപ്പെട്ടുള്ളതാണ്. സ്പർജന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ചലനമുണ്ട്. നമ്മുടെ വാക്കുകളുടെ പെരുപ്പം കൊണ്ടോ വാക്കുകളുടെ മാധുര്യം കൊണ്ടോ അല്ല, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, രക്ഷിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം നാം മറ്റുള്ളവരോട് അറിയിക്കുവാൻ ബാധ്യസ്ഥരാണ്. വാസ്തവത്തിൽ വേദപുസ്തകം വായിക്കുമ്പോൾ മാതൃകാ സഭയായി കാണുന്ന തെസ്സലോനിക്ക ലേഖനം, തെസ്സലോനിക്കയിലെ സഭയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു മാതൃകയായി തീർന്നു എന്ന് 1 തെസ്സലോനിക്കർ 1-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു മാതൃകയായി തീർന്നു. അപ്പോൾ മാതൃകയായി തീർന്ന ഈ സഭയായി കാരണം ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മ ശക്തിയോടെ അവരുടെ ഇടയിൽ അപ്പസ്തലനായ പൗലോസ് ഘോഷിച്ചു. ആ സുവിശേഷം അവരെ അറിയിച്ചത് കൊണ്ട് ആ സുവിശേഷം അവരിൽ ക്രിയ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരൊരു വിശ്വാസ സമൂഹമായി മാറി. വാസ്തവത്തിൽ ഒരു നല്ല സഭ, സഭയുടെ പ്രത്യേകതകളൊക്കെ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിന്റെ പ്രവൃത്തിയും സ്നേഹത്തിന്റെ പ്രശ്നവും പ്രത്യാശയുടെ സ്ഥിരതയും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ മാതൃകാ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. വിശ്വാസം ഉണ്ടാകുന്ന മാതൃക, വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടാകണം. ദൈവത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയത്നം ഉണ്ടാകണം. നമ്മൾ പറഞ്ഞിരിക്കുന്നു പ്രത്യാശയുടെ സ്ഥിരത. തെസ്സലോനിക്കയിലേക്ക് നോക്കണം, 3 കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടായിരുന്നു. അവരുടെ വചനം 9-10 വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് സ്നേഹത്തിന് ഒരു പ്രയത്നമുണ്ട്, മന്ത്രമില്ല. കർത്താവിന്റെ വരവിന് വേണ്ടി അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെ സേവിക്കാൻ വന്നത് സ്വർഗം വിട്ട് അവരെ രക്ഷിക്കാൻ വരുന്ന കർത്താവിനെ കുറിച്ച് പ്രത്യാശ നിമിത്തമാണ്. ദൈവസഭയുണ്ടായി. എന്തുകൊണ്ട് ദൈവസഭയുണ്ടായി? മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അവരുടെ ഇടയിൽ പ്രസംഗിച്ചു. ഇതാണ് നമ്മുടെ ചിന്ത. നമുക്ക് നിസ്തുല്യനായ രക്ഷയുള്ളത് കൊണ്ട് നമുക്ക് ദൗത്യം, നിസ്തുല്യമായ സന്ദേശം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ദൗത്യമുണ്ട്. ദൈവത്തിന്റെ വചനം ഉളവാക്കും. ദൈവത്തിന്റെ വചനം മനുഷ്യരെ ആശ്വസിപ്പിക്കും. ദൈവത്തിന്റെ വചനം സൗഖ്യമാക്കും. അതുകൊണ്ടാണല്ലോ ഈ വചനം പ്രസംഗിക്കുന്നത്. ഈ പോകുന്ന സ്ഥലത്തെല്ലാം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവം കൊടുക്കും. ഈ വചനം പ്രസംഗിക്കുമ്പോൾ അനേകരെ അസ്വസ്ഥരാക്കും.
ഈ വചനം പ്രസംഗിക്കുമ്പോൾ അനേകരെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരും. ഈ വചനം പ്രസംഗിക്കുമ്പോൾ അനേകർ സൗഖ്യമാകും. ദൈവത്തിന്റെ വചനം ഇറ്റ്സ് എ ഹീലിംഗ് മെസ്സേജ്. ദൈവത്തിന്റെ സ്തോത്രം. എത്ര മനോഹരമില്ലയോ ഈ വചനം നമ്മളെ അറിയിക്കും. ബാംഗ്ലൂരിൽ ഒരു സഭയിൽ, ഞാൻ സഭ പറയുന്നില്ല, സഭയിൽ ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പട്ടക്കാരൻ എന്നോട് പറഞ്ഞു, സാറേ യൂത്ത് മീറ്റിങ്ങുകളുണ്ട്, യൂത്ത് മീറ്റിങ്ങിൽ കൂടെ പ്രസംഗിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ യൂത്ത് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അതിന്റെ യൂത്ത് മീറ്റിങ്ങിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവസാനം ഒരു ചെയർ വലിച്ചിട്ട് അവിടെ ഇരുന്നു വചനമൊക്കെ കേട്ടു. യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വിളിക്കും. ചെറുപ്പക്കാരൻ അവിടെ നീങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകാൻ അല്പം താമസിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ കണ്ടു. നല്ല ഒത്ത നീളമുള്ള ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പം. ഒരു പക്ഷേ അവിടുത്തെ ജോലി നല്ലൊരു കമ്പനി ജോലിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവന്റെ നിപ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ കാണാൻ നിൽക്കുകയാണോ? അതെ സാറേ, എനിക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ബെസ്റ്റ് തോന്നി. ഞാൻ ആ ചെറുപ്പക്കാരനുമായി അവിടെ ഇരുന്നു. അവന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കഥകൾ, കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ കഥ, ജീവിതത്തിൽ വന്നുപോയ അപാകതകളെ കുറിച്ചൊക്കെ നീട്ടി ഞാൻ ചോദിച്ചു, ഇന്ന് വചനം കേട്ടോ? കേട്ട സാർ, അതെന്റെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനം. ഞാൻ ചോദിച്ചു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഉടനെ തലകുലിച്ചു. അവനറിയാവുന്ന ഭാഷയിൽ കേട്ട വചനത്തിന്റെ വിളിച്ച് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്റെ ഹൃദയത്തിന് സന്തോഷം. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൈവം മോനെ നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഉടനെ ഫോൺ എടുത്തു, മൊബൈൽ ഫോൺ എടുത്തു സംസാരിച്ചു. അതെന്നെ അല്പം അസ്വസ്ഥനായി. ഇത്ര ഗൗരവമായ ഒരു കാര്യം അവനോട് സംസാരിച്ച് അവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു. ഫോൺ എടുത്ത് സംസാരിക്കത്തക്കവണ്ണം ഗൗരവമില്ലാത്തൊരു കാര്യമാണോ ഇതെന്ന് അവിടെ ഞാൻ അവിടെ പോയില്ല. ഞാൻ അവിടെ നിന്നു. സംസാരം തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു. ഞാൻ ചോദിച്ചു, ആർക്കാ വിളിച്ചു? എന്നോട് പറഞ്ഞു, എന്നിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഭാര്യയെ വിളിച്ചു. നിരപ്പ് പ്രാപിക്കും. പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. വാക്കുകളുടെ ചൈതന്യമൊന്നുമല്ല, വാക്കുകളുടെ പെരുപ്പവും ഭാഷാശുദ്ധിയുമല്ല, ദൈവവചനത്തിന്റെ കൊണ്ട് പ്രിയമുള്ളവരെ, യോഗത്തിന് വന്നേച്ച് നമ്മൾ മടങ്ങി പോകുമ്പോൾ നമുക്കൊരു ദൗത്യമുണ്ട്. നമുക്ക് ഉന്നതനായ നിസ്തുല്യനായ ഒരു രക്ഷകനുണ്ട്. നമുക്ക് നിസ്തുല്യമായ ഒരു സന്ദേശമുണ്ട്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ കേട്ടിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ അവൻ പാറമേൽ ഉറപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ സംഘത്തിലേക്കാണ് പറഞ്ഞു, എന്റെ നാവ് നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കാൻ സുവിശേഷകരെയൊക്കെ അറിയിക്കും. വാട്ട് അബൌട്ട് അവർ നെയ്ബേഴ്സ്? നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഈ നല്ല കർത്താവിനെ കുറിച്ച് പറയും. പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അത് നമ്മുടെ ജോലിയാണ്. നാം കർത്താവിനെ അറിയിക്കും. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഒരു ചെറിയ കഷ്ണം വന്നാൽ മതി. ക്രിസ്ത്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇത്ര ദുർമാർഗത്തിൽ ജീവിച്ചതാണ്. അവന്റെ അമ്മ എന്നും പ്രാർത്ഥിക്കുമായി. എങ്കിലും അവൻ ദുർമാർഗത്തിൽ ജീവിച്ചു പോകുന്ന സമയത്ത് അസ്വസ്ഥനായി ഒരു ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, തുറന്നു വായിച്ചോളാൻ. പുസ്തകം തുറന്ന റോമാലേഖനം എന്റെ അവസ്ഥ ശരിയാണെങ്കിൽ 13-ാമത്തെ അധ്യായം വായിച്ചു. ദൈവത്തിന്റെ വചനം അവനോട് സംസാരിച്ചു. അവിടെ ഇരുന്ന് മാനസാന്തരപ്പെട്ടു. നിസ്തുല്യമായ സന്ദേശം ലോകത്തിലേക്കും കേട്ടിട്ടില്ല. കൃപയാൽ വിശ്വാസം മൂലം സൗജന്യമായി രക്ഷിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഈ സുവിശേഷം നാം അറിയിക്കണം. ഹല്ലേലൂയ. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. നിസ്തുല്യമായ രക്ഷകൻ. രണ്ട്, നിസ്തുല്യമായ സന്ദേശം. മൂന്നാമത് നോക്കാട്ടെ, യുണീക്ക് ഡെസ്റ്റിനി. നമുക്ക് നിസ്തുല്യമായ ഒരു ഭാവിയുണ്ട്. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ
നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാടും. തന്റെ സ്വഭാവം തിരുപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ കഷ്ടം സഹിക്കുന്നത്? അതുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ 10ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശുവിലുള്ള രക്ഷ, നിത്യരക്ഷ, രക്ഷ നിത്യതേജസ്സോടുകൂടെ മൃതന്മാർക്ക് അപ്പോൾ പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന മൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ സകലവും സഹിക്കുന്നു. Praise the Lord. അപ്പോൾ സുവിശേഷ വേലയുടെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്തുകൊണ്ടാണ് സുവിശേഷ ചെയ്യുന്നത്? ദൈവത്തിന്റെ കൃപയാൽ രക്ഷ നിത്യതേജസ്സോടുകൂടെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന മൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ സകലവും സഹിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഭാവിയപ്പെട്ടു. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത്. 11ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള നിത്യരക്ഷ തേജസ്സോടുകൂടെ ലഭിക്കേണ്ടതിന്. എന്നിട്ട് 11ാം വാക്യം, നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ അവൻ കൂടെ വാഴും, കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പോഴൊരു ഭാവിയുണ്ട്, ജീവിക്കും. ഈ ലോകത്ത് മാത്രമല്ല, നിത്യജീവൻ എനിക്ക് തരുന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സഹിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും, അവനോടുകൂടെ ജീവിക്കും. അതിനുവേണ്ടി എന്റെ കഷ്ടം അനുഭവിക്കുന്നു, അവനോട് കൂടെ വാഴും. ഒന്നാമത്തെ വാക്യത്തിൽ അവിശ്വസ്തരായിട്ടിരുന്ന അവൻ വിശ്വസ്തനായി പാർക്കും. God is faithful. പുസ്തകം പറയാണ്, ഞാൻ കഷ്ടം അനുഭവിക്കുന്നു, ഞാൻ ഇതെല്ലാം സഹിക്കുന്നു, ഇന്ന് ഞാൻ അവനോടുകൂടെ മരിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അപ്പൊ എനിക്ക് നാമിലൊന്നിരിക്കും, ജീവൻ, നിത്യജീവൻ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. 2, നിത്യജീവൻ ഇപ്പോൾ തന്നിരിക്കുന്നു, നിത്യജീവൻ യോഗ്യക്കാരനാണ് എന്ന് മാത്രമല്ല, ഞാൻ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ഒരു ദിവസം ഞാൻ അവനോട് കൂടെ വാഴും. വാട്ട് ഈസ് ദ ഡെസ്റ്റിനി? എന്റെ ഭാവി എന്താ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്കൊരു ഭാവിയുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നത്. നോക്കട്ടെ, God is faithful. അതുകൊണ്ടാണ് ദൈവം വിശ്വസ്തനാണ്. സുവിശേഷം വേണ്ടിയും ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമക്കളെ ഇത് പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം പറഞ്ഞതുപോലെ എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തെല്ലാം സമ്മർദ്ദങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്നു. അപ്പോൾ ഇന്ന് നടുവിൽ കൂടെ ആവശ്യമാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കണം, നമുക്കൊരു ഭാവി ദൈവം വെച്ചിരിക്കുന്നു. നാം അവനോടുകൂടെ മരിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ഇന്ന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ നാം അവനോടുകൂടെ വാഴും. എന്റെ അടിസ്ഥാനം നാം അവിശ്വസ്തരായിരുന്നവൻ, എനിക്ക് വിശ്വസ്തനായ ഒരു ദൈവം. പറയുകയാണ്, ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച് ഞാൻ സകലവും ചവറും എണ്ണി സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ എനിക്കൊരു നല്ല ഉറപ്പുണ്ട്. ഞാൻ അവനോടുകൂടെ കഷ്ടം സഹിക്കുന്നുണ്ട്, അവനോടുകൂടെ വാഴും. എനിക്കൊരു വിശ്വസ്തനായ ദൈവം. നോക്കട്ടെ, 3 കാര്യങ്ങൾ അവന്റെ വിശ്വസ്ത. God sees everything. ദൈവരാജ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ 3 കാര്യങ്ങൾ ഹൃദയത്തിലെ ധൈര്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God is faithful. അവൻ സകലതും കാണുന്നു, ചെയ്യുന്ന സകല പ്രവർത്തികളും അവൻ കാണുന്നു. He sees everything. നാം ചെയ്യുന്ന വേല കർത്താവ് കാണുന്നു. ഈ സഖറിയാവിന്റെ പുസ്തകത്തിന്റെ 4ാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ വ്യക്തി യെരൂശലേം പണിയുന്നതിന് വേണ്ടി ഉദ്യമിച്ചപ്പോൾ അവനെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം വന്നു. സെരുബ്ബാബേലിനെ കുറിച്ച് പ്രകാരം പറയാണ്, കയ്യിലുള്ള സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ I see your work. നീ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൽ കാണുന്ന ഒരു ദൈവമാണ്. അധ്വാനിച്ചാലും അതെല്ലാം കാണുന്നവരായ ഒരു കർത്താവ്. അനേക പ്രാർത്ഥനാ സഹകാരികളുണ്ട് ദൈവരാജ്യ പ്രവർത്തനത്തിൽ.
രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കും. 12 മുതൽ 1 മണി വരെ പ്രാർത്ഥിക്കുന്നവർ, 1 മണി മുതൽ 2 വരെ പ്രാർത്ഥിക്കുന്നവർ, ഭവനത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നവർ. ഞാൻ എപ്പോഴും ഓർക്കും, പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ചില സ്ഥാനത്തെ കുറിച്ചോ സംസ്ഥാനത്തെ കുറിച്ചോ പറഞ്ഞാൽ അതെവിടെയാണെന്ന് പോലും അറിയാത്ത ചില ആളുകളുണ്ട്. എങ്കിലും അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയെ കുറിച്ചോ പ്രാർത്ഥനയുള്ള പോരാട്ടത്തെ കുറിച്ചോ ആരും അറിയുന്നില്ല. എങ്കിലും അവരുടെ പ്രവർത്തനത്തെ കാണുന്നൊരു ദൈവമാണ്. Praise the Lord. Hallelujah. ഒറീസയിലെ എനിക്കൊരു കുട്ടു ശുശ്രൂഷകനുണ്ട്. അദ്ദേഹം ഇന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവം. അവന്റെ മാനസാന്തരത്തെ കുറിച്ച് അവൻ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം കുളിക്കാനായി നിരാശയുടെ നടുവിൽ ജീവിതത്തെ കുറിച്ച് വളരെ ഭാരപ്പെട്ട് ഒരു കുളത്തിന്റെ അരികെ വന്നു കുളിക്കാനായി കുളത്തിലോട്ട് ഇറങ്ങിയപ്പോ ഒരു കടലാസ് കൊണ്ട് ഇങ്ങനെ ഒഴുകി വരും. അതെടുത്ത് വാങ്ങിച്ചപ്പോ അതിനകത്ത് സുവിശേഷം, അതിന്റെ കീഴിൽ ഒരു സുവിശേഷകന്റെ അഡ്രസ് വന്നു. തപ്പിപ്പിടിച്ച് അവിടെ ചെന്നു. യേശു കർത്താവിനെ സ്വീകരിച്ചു. ജീവിതം മാറി, അസ്വസ്ഥത മാറി, നിരാശ മാറി. ഞാൻ ആ ചരിത്രം വായിക്കുമ്പോഴൊക്കെ ഓർത്തു, ആ ചൂടുള്ള ദിവസം ഏത് മനുഷ്യനാണ് ആ ട്രാക്ടർ ചുമന്നുകൊണ്ട് ആ വഴിയെ പോയെന്ന് ലോകത്തിലെ ഏത് സംഘടനയ്ക്കോ നേതാവിനോ സഭയ്ക്കോ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും അറിയത്തില്ല. എന്നാൽ സഞ്ചി നിറയെ ട്രാക്ടറുമായി അന്ന് ആ ചൂടുള്ള ദിവസം യാത്ര ചെയ്തു പോയ ദൈവത്തിന്റെ ദാസനെ കണ്ട ഒരു ദൈവം. Hallelujah. God sees everything that you do. Hallelujah. ചില്ലിക്കാശ് വെള്ളത്തിലോട്ട് ഇടുന്ന സമയത്ത് യാതൊരു ശബ്ദവും അത് ഉണ്ടാക്കിയില്ലെങ്കിലും ആ കാശ് അതിനകത്തോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ ആ ഇട്ട സ്ത്രീയുടെ ഹൃദയത്തെയും ഈ ഇട്ട തുകയെയും മുഴുവനായി കണ്ട ഒരു കർത്താവില്ലയോ? There is a God who sees everything. ദൈവരാജ്യത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന ദൈവത്തിന്റെ മക്കളെ കാണുന്നവനായ ഒരു ദൈവം. He's a faithful God. സകലവും അവൻ കാണും. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ടോണി സഹോദരൻ രാജസ്ഥാനിലെ മിഷണറി പ്രവർത്തനത്തിൽ മുന്നിൽ പോയി പ്രവർത്തിച്ച ദൈവദാസൻ പൈനിയർ ചെയ്ത. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം രാജസ്ഥാൻ ഫീൽഡ് സന്ദർശിച്ചപ്പോൾ കിർക്കി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം. നല്ല ഒരു ആരാധന കൂട്ടം, അവരുടെ ഇടയിൽ ദൈവവചനമൊക്കെ പറഞ്ഞു. ആ വചനം അവരിങ്ങനെ ഈ സ്പോഞ്ച് ഇങ്ങോട്ട് എടുക്കുന്നത് പോലെ, വെള്ളം എടുക്കുന്നത് പോലെ അങ്ങ് വലിച്ചു കൊടുത്തു. സന്തോഷിച്ച്, വളരെ സന്തോഷിച്ചു. കർത്താവ് ഈ കൂട്ടരുടെ നടുവിൽ ദൈവവചനം ഇത്ര സ്വീകരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് എന്നോട് സംസാരിച്ചപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന സുവിശേഷകർ പറഞ്ഞു, ഇതിനടുത്തുള്ളൊരു ചെറിയ മല കാണിച്ചേക്ക് പറഞ്ഞു. നമ്മുടെ ടോണി സഹോദരൻ ഇവിടോട്ട് വഴിയൊന്നും ഇല്ലായിരുന്നു സാർ. ഞങ്ങൾ ചെന്നപ്പോൾ വഴിയൊക്കെ ഉണ്ട്, ഒരു വഴിയൊന്നും ഇല്ലായിരുന്നു. വഴിയില്ലാത്ത സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന് ആ അടുത്ത കുന്നിന്റെ മേൽ ഒരു ചെറിയ കുടിലുണ്ടാക്കി ആ കുടിലിനകത്ത് താമസിച്ചു. വചനം ഈ ദേശത്തൊക്കെ അറിയിച്ചതാണ്. ഞാൻ പറയട്ടെ, അദ്ദേഹം ആ കുടിലിൽ താമസിച്ചത് ആര് കണ്ടു? അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഞാൻ അപ്പോഴാണ് അറിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ കർത്താവിന് വേണ്ടി ആ സുവിശേഷവുമായി പോയത് എന്റെ ദൈവം കണ്ടു. God sees everything. ഇന്ന് രാത്രി നമുക്കൊരു നല്ല സുവിശേഷം ഉണ്ടെന്ന് മാത്രമല്ല, നല്ല രക്ഷകൻ മാത്രമല്ല, നമുക്കൊരു ഭാവിയുണ്ട്. കാരണം നമുക്കൊരു വിശ്വസ്തനായ ദൈവമുണ്ട്, പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവനായ ദൈവം. 2, God remembers. He is faithful. അവൻ വിശ്വസ്തനല്ലയോ? അവൻ ഓർക്കും. ലോകത്തിൽ മറക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളെ മറന്നു കളയുന്ന ആ സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് ഓർക്കണം. കർത്താവ് ഓർക്കും. പ്രിയപ്പെട്ട ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഓർക്കുന്നൊരു ദൈവമുണ്ട്. രാജാക്കന്മാർ മറന്നുപോയാലും ഓർക്കുന്നവനായ ഒരു ദൈവമുണ്ട്. സഹായിക്കുന്ന മറന്നുപോയാലും ഓർക്കുന്നവനായ ഒരു ദൈവമുണ്ട്.
യോസഫിന്റെ ചരിത്രം വായിക്കാട്ടെ. നിരാശ പാനപാത്രവാസം ജയിലിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അവന്റെ നിരാശ മാറ്റാനായി സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് ഇവന്റെ ജീവിത ഭാവിയെ കുറിച്ച് ഉറപ്പിച്ച് കാരാഗ്രഹത്തിൽ പുറത്തു പോകുമ്പോൾ യോസഫ് നീ കൊട്ടമറ്റത്തിൽ ചെല്ലുമ്പോ ഒരു കാര്യം ഓർത്തോണം, എന്റെ കാര്യം നീ ഒന്ന് ഓർത്തു. രാജാവിനെ അറിയും. അവൻ കാരാഗ്രഹത്തിന്റെ വാതിൽ വിട്ടപ്പോൾ തന്നെ സന്തോഷം നിമിത്തമായിരിക്കാം മറന്നുപോയി. എന്നാൽ ഓർക്കുന്ന ഒരു ദൈവം, പാനപാത്രവാഹകൻ മറന്നാലും ഓർക്കുന്ന ഒരു ദൈവം ഉണ്ട്. സ്നേഹിക്കുന്നവർ, loved ones will forget, but God will remember. മലാക്കിയുടെ പുസ്തകത്തിൽ കാര്യം ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ആലങ്കാരിക ഭാഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ദൈവത്തിന് ഇതെല്ലാം ഓർക്കാം. ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാനും നിങ്ങളും ചെയ്തതും പ്രവർത്തിച്ചതും കഷ്ടപ്പെട്ടതും എല്ലാം ഓർക്കുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലേഡി എൽഗിൻ എന്ന് പറയുന്ന ഒരു കപ്പൽ മിഷിഗൻ ലേക്കിൽ തകർന്നു. അതിനടുത്ത ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. ആ ബൈബിൾ കോളേജിൽ നല്ലപോലെ നീന്തുന്ന ഒരു ചെറുപ്പക്കാരൻ, എഡ്വേർഡ് സ്പെൻസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇങ്ങനെ കപ്പൽ തകർന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ ഫ്രീസിങ് കോൾഡ് ആണ് ആ മേഖലയിൽ. വലിയ ശൈത്യമാണ്. അതുകൊണ്ട് വെള്ളത്തിന് വലിയ തണുപ്പാണ്. തകർന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി, കൂട്ടുകാരോട് കൂടെ വന്ന് അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങി 17 പേരെ രക്ഷിച്ചു. 17 പേരെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ തളർന്നു. അദ്ദേഹത്തെ വലിച്ച് കയറ് കെട്ടിയാണ് പോയത്. വലിച്ച് പുറത്തു കൊണ്ടുവന്നു. പക്ഷേ അധികം നേരം തണുത്ത വെള്ളത്തിൽ കിടന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു. ശിഷ്ടായുസ് മുഴുവൻ വീൽ ചെയറിലാണ്. അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തോട് വലിയ പൊതുയോഗത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. സവർണ, കൊടുന്തണുപ്പിൽ 17 പേരെ നീ രക്ഷിച്ചില്ലയോ? ആരെങ്കിലും നിന്നെ ഓർത്തു? അദ്ദേഹം പറഞ്ഞു, 17 പേരിൽ ഒരൊറ്റയാള് പോയി വന്ന് നന്ദി പറഞ്ഞില്ല. ലോകം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. മറക്കാത്തൊരു ദൈവം, എന്റെ കർത്താവിന് വേണ്ടി ചെയ്തതൊക്കെ ഓർക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ പേരിൽ ചെയ്യുന്ന സകലത്തും ഓർക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 3, കർത്താവ് കാണുന്നു, വിശ്വസ്തനാണ്. 2, കർത്താവ് ഓർക്കുന്നു, അവൻ വിശ്വസ്തനാണല്ലോ. 3, കർത്താവ് പ്രതിഫലം തരും നിശ്ചയം. വേദപുസ്തകം വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. പ്രതിഫലം കർത്താവിന്റെ പക്കലിരിക്കും. അവന് വേണ്ടി ഒരു ചെറുപേരൻ അടങ്ങിയിട്ടുണ്ട്. കർത്താവിന് ആ നാമത്തിൽ ഒരു പാനപാത്രം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നൊരു ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു. ആ കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളത് വിശ്വസ്തനായിട്ടുള്ള ഈ സുവിശേഷം നാം അറിയിക്കണം. ഹല്ലേലൂയ. നമുക്ക് സന്തോഷം ദൈവം ഒരുക്കിയിരിക്കുന്നു. നീതിയുടെ കിരീടം, വാടാത്ത കിരീടം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. തേജസ്സിൽ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ള പ്രതിഫലമോ ദൈവത്തിന് സ്തോത്രം. നാം ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. ഫിലിപ്പിയ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാം? അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാൽ കർത്താവിന്റെ ഭാഗത്തേക്ക് വരികയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും ദൈവരാജ്യത്തിൽ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്ത ഒരു സമൂഹത്തെ കാണുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷം. പ്രതിഫലം അതാണ്. നിത്യതയുടെ തുറമുഖത്ത് കർത്താവിന് വേണ്ടി ചെയ്തതൊക്കെ കാണുവാൻ, പ്രതിഫലം പ്രാപിക്കുവാനും കർത്താവ് ഒരുക്കുന്ന ദിവസത്തിനാണ്. ദൈവത്തിന്റെ സ്തോത്രം. 1993 ഏപ്രിൽ 20-ാം തീയതി
ഒരു ചെറിയ ബാലനും ആ ബാലകന്റെ സഹോദരിയും ഭവനത്തിൽ സൈക്കിളിൽ കയറുകയാണ്. കൊച്ചു പിള്ളേരാണ്. അപ്പനും അമ്മയും വീട്ടിലില്ലായിരുന്നതുകൊണ്ട് അവർക്കൊരു പ്രത്യേക കൽപ്പന കൊടുത്തിരുന്നു, നിങ്ങൾ കോമ്പൗണ്ട് വിട്ട് പുറത്ത് പോകരുത്. ഡാഡി മമ്മി ഇല്ലാഞ്ഞതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സാധാരണയുള്ള പ്രൊഫഷണൽ പോലെ പുറത്തേക്ക് ഇറങ്ങി അവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനില് ഈ നിങ്ങൾക്കെല്ലാം അറിയാം, പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ ഒരു ചരിഞ്ഞ വശമാണ്. അത് ചരിഞ്ഞ ഭാഗത്തൂടെ കയറി ആണ് പ്ലാറ്റ്ഫോം. അപ്പോൾ അവർ നോക്കുകയാണ് സീറ്റ് ചവിട്ടി കയറാൻ നല്ല രസം, കയറി കഴിയുമ്പോൾ തിരിച്ചാ ഇറക്കത്തിൽ കൂടെ വരാൻ നല്ല രസം. കുറെ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിക്കൊണ്ടിരുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ വന്നു. ആൺകൊച്ചൻ വേഗത്തിൽ ചവിട്ടി അവിടുന്ന് രക്ഷപ്പെട്ടു. പെൺകൊച്ചെ രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് സൈക്കിൾ മറിഞ്ഞു പാളത്തിലോട്ട് വീണു. വീഴുന്നത് ഡ്രൈവർ കണ്ടു. ന്യൂസിലൻഡിലാണ്. അദ്ദേഹം മാക്സിമം ശ്രമിച്ചു, പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. കുഞ്ഞിന്റെ കാലിലോട്ട് ഒരു വീല് കയറി ജാം ചെയ്ത് അവിടെ ഇരുന്നു. ഒരു മനുഷ്യൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാണ്. അദ്ദേഹം ഒരു ബിസിനസ് ഒരു എക്സിക്യൂട്ടീവ് ആണ്. കയ്യിലൊരു എക്സിക്യൂട്ടീവ് ബാഗ് ഒക്കെ. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ബോഗിയുടെ അടിയിൽ നിന്നൊരു നിലവിളി. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു പെങ്കൊച്ച് കിടക്കുന്നു, കാലിൽ വീല് നിൽക്കുന്നു. അദ്ദേഹം ബാഗ് വലിച്ചെറിഞ്ഞു. ആ ബോഗിയുടെ കീഴിലോട്ട് കയറി ആ കുഞ്ഞിന്റെ കരം പിടിച്ച് ഷോക്ക് കൊണ്ട് അവൾ മരിക്കില്ല. അവളോട് സംസാരിച്ചോണ്ട് 2-3 മണിക്കൂർ എടുത്തു. ഇതായ ഒരു വലിയ എയർ കുഷനകത്ത് പൊക്കി അവളുടെ കാല് പുറത്തെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി മണിക്കൂറുകൾ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ദൈവകൃപയാൽ അവൾ രക്ഷപ്പെട്ടു. അനസ്തേഷ്യയിൽ നിന്ന് പുറത്തു വരുമ്പോൾ കുഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അമ്മ അടുത്തുണ്ട്. അമ്മയോട് പറഞ്ഞു, മമ്മി, I want to see the man who held my hand all through those time. എന്റെ കരം പിടിച്ച ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണം മമ്മി. ഞാൻ ചോദിക്കട്ടെ, നിത്യതയുടെ തുറമുഖത്ത് ചെല്ലുമ്പോ ഈ ലോകത്തിൽ സുവിശേഷവുമായി കരം പിടിച്ച ചിലരെ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. Praise the Lord. Why the gospel? Why the message? Why the mission? എന്തുകൊണ്ട് മിഷൻ? നിസ്തുല്യനായ ഒരു രക്ഷകൻ നമുക്കുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ ദൗത്യം? നിസ്തുല്യമായ ഒരു സന്ദേശം, ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക സന്ദേശം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുത്തുന്നത് നിത്യമായ സൗഭാഗ്യം. നാം അവനോട് കൂടെ ജീവിക്കുക മാത്രമല്ല, നാം അവനോട് കൂടെ ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ ശക്തിയോടെ മുന്നേറുവാൻ കർത്താവിനെ. രാജസ്ഥാനെ കുറിച്ച് പറയാൻ എനിക്ക് പിന്നെയും താല്പര്യം. കഴിഞ്ഞ പ്രാവശ്യം കൺവെൻഷന് പോയപ്പോൾ ആയിരക്കണക്കിനാണ് കൺവെൻഷന് വന്നില്ല. തന്റെ ഹൃദയം ഏറെ സന്തോഷിച്ചു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ KP പോൾ ഇപ്പോൾ ഇല്ലാതിരിക്കുമ്പോൾ തന്റെ നല്ല യൗവനം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദീർഘവർഷം ഓടെ നിത്യതയിൽ ചെല്ലും. 100 കണക്കിന് വിശ്വാസികൾ കൈവച്ചു. പെരുമ്പാവൂരിന്റെ പ്രദേശത്ത് നിന്ന് യാത്രയിൽ കർത്താവിന്റെ വേല ചെയ്ത തന്റെ ഭക്തനെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രത്തിൽ ഇങ്ങനൊരു പാഠം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന്? ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന്? ഒരു ജീവിതം അത് വേഗത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യും, എന്നേക്കും നിലനിൽക്കും. ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച്
കഷ്ടം സഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് പൗലോസപ്പോസ്തലനോട് ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം ദാവീദിന്റെ സന്തതിയായി ായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ നിസ്തുല്യനായ ഒരു രക്ഷകൻ എനിക്കുണ്ട്. എന്തുകൊണ്ട് സുവിശേഷം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവം എന്റെ കയ്യിൽ തന്നു. പൗലോസേ, നീ ചങ്ങല ധരിച്ച് ഈ കഷ്ടം സഹിക്കും, യഹൂദ പ്രമാണിയായി ജീവിക്കേണ്ട നീ ഈ അവസ്ഥയിലായിരിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു നിത്യ സൗഭാഗ്യം, ഞാൻ അവനോട് കൂടെ ജീവിക്കും, ഒരു നാൾ അവന്റെ കൂടെ ഞാൻ വാഴും. ഹല്ലേലൂയ. അന്ന് എന്നെ കണ്ടതൊക്കെ അവൻ എന്നെ ഓർമ്മിക്കും. അവന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ പലതും ഉണ്ടായിരിക്കും. അവൻ ചത്തതായി എനിക്ക് പ്രതിഫലം എന്നെ ആകും. വേദപുസ്തകത്തിലെ ഉപമകൾ പ്രകാരം യജമാനൻ മടങ്ങി വരുമ്പോൾ വിശ്വസ്തരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ആ ഭാഗം എവിടെയാണ് ഞാൻ ഓർക്കുന്നത്? അവൻ അരകെട്ടി അവരെ ശുശ്രൂഷിക്കുമെന്നൊരു വേദപുസ്തകം. അരകെട്ടി തനിക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ച ഭക്തന്മാർ ആദരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വില്യം നോർട്ടൺ നീ എന്ത് നേടി? അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെ നിത്യതയിൽ കാണുന്ന ഒരു ദിവസം. ഞാൻ രാത്രി നമുക്കൊരു തീരുമാനത്തോടെ ഹല്ലേലൂയ, നമ്മാലാവോളം ഈ കർത്താവിന് വേണ്ടി ജീവിക്കും, ഈ കർത്താവിന് വേണ്ടി ജീവിക്കും. കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധ അത് നമ്മെ സഹായിക്കും.